ഇരിക്കും. പറയൂ ശേഷി, എന്ത് പറ്റി പറയൂ. ഡയറ്റ് മുഴുവൻ തെറ്റി കിടക്കുകയാണ്. മോള് പ്രഗ്നന്റ് ആയി, അതിന് ഇതൊക്കെ ബാംഗ്ലൂർ പോക്കും മരമൊക്കെ ആയിട്ട് ഇപ്പൊ ഡെലിവറി കഴിഞ്ഞപ്പോ 3 മാസമായി. വീണ്ടും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഇപ്പൊ വെയിറ്റ് എത്ര ഉണ്ട് നോക്കിയായിരുന്നോ? 58.6. ഓക്കെ. ഇപ്പൊ ഫോളോ ചെയ്യുന്ന റുട്ടീൻ ഒന്ന് പറഞ്ഞു തരൂ. രാവിലെ ഒരു 9 മണിയാകുമ്പോ പ്രോട്ടീൻ ഷേക്ക് എടുക്കുന്നുണ്ട്. 12 o'clock ഒരു എന്തെങ്കിലും വാട്ടർ മെലൻ അല്ലെങ്കിൽ മസ്മെലൻ ജ്യൂസ് എടുക്കും. 2 മണിയാകുമ്പോ ഇത്തിരി ചോറ്, ഒരു പേര്, ഒരു എന്തെങ്കിലും കൂട്ടാൻ, പിന്നെ ഒരു 5-5 മണി കോഫി. 8 ആകുമ്പോൾ എന്തെങ്കിലും 2 ഇഡ്ഡലി അല്ലെങ്കിൽ 2 ചപ്പാത്തി അല്ലെങ്കിൽ 2 ദോശ. അതാണ് ഇപ്പോഴത്തെ ഡയറ്റ്. അപ്പൊ ജിമ്മിൽ മോർണിംഗിലാണ് പോകുന്നത്? ഇപ്പൊ 2 ആഴ്ചയായിട്ട് ജിമ്മിൽ പോയി തുടങ്ങി. വെയിറ്റ് ട്രെയിനിങ് അല്ലേ? അതെ. ഇപ്പൊ ഡയറ്റ് നോക്കുകയാണെങ്കിൽ ലോ കാലറി തന്നെയാണ് പോകുന്നത്. അങ്ങനെ ഭയങ്കര ഹൈ കാലറി ഡയറ്റ് ഒന്നല്ല ഫോളോ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ഇയറും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കുറയാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബോഡിയുടെ ഇൻഫ്ലമേഷൻ ലെവലും വൈറ്റമിൻ D3 ലെവലും എല്ലാ ന്യൂട്രിയൻസിന്റെ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഓക്കെ. omega-3 കഴിക്കുന്നുണ്ട്. വേറെ ടാബ്ലറ്റ് ഒന്നും എടുക്കുന്നില്ല. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ആദ്യം എഴുതി തരാം. അത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് സപ്ലിമെന്റ്സും ഡയറ്റും ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ. വെയിറ്റ് ലോസ് ജേർണി എന്ന് പറയുന്നത് വെറും ഒരു കാലറി ഇൻ ആൻഡ് കാലറി ഔട്ട് ഒരു ഇക്വേഷൻ അല്ല. പലർക്കും പല ബോഡിയിലെ സിറ്റുവേഷൻസ് പലതായിരിക്കും. ചിലർക്ക് കുറെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും. വൈറ്റമിൻ B ആയിരിക്കാം, D ആയിരിക്കാം, ഇതിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവും. ഇതെല്ലാം ഒരു ബ്ലഡ് ടെസ്റ്റ് നോക്കി നമുക്ക് കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓൾവേസ് എ ബ്ലഡ് ടെസ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിഫോർ പ്രിസ്ക്രൈബിംഗ് എ ഡയറ്റ് ഓർ സപ്ലിമെന്റ് പ്ലാൻ.